വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താന്ന് വെച്ചാല് നമ്മുടെ ഫേസ് നല്ല തിളങ്ങാനും പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഫേസ് നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനും നല്ല നിറം വെച്ച് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. എന്നാലും കറുപ്പിന് ഭംഗിയില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നാലും നമ്മുടെ ഫേസ് കുറച്ച് തിളങ്ങി നിൽക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിനായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ അരിയാണ് കേട്ടോ. അരി മാത്രം മതി. അരിയുടെ കൂടെ ഒരു ചെറിയ സാധനം കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അരിയുടെ കൂടെ ആഡ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ചണവിത്ത് എന്ന് പറയും, ഫ്ലാക്സ് സീഡ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് അതും പിന്നെ നമുക്ക് ബസുമതി റൈസ് ഇട്ടാ. അപ്പൊ അത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആ രണ്ടുമാണ്. അപ്പൊ അത് രണ്ടും നന്നായിട്ട് വെള്ളം ഒഴിച്ച്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അളവിന് മതി കേട്ടോ. ഒരാഴ്ചക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി പിന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ളത് എടുത്ത് നന്നായി തിളപ്പിച്ച ശേഷം ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതാണ് കേട്ടോ ഫേസ് പാക്ക്. നല്ല അടിപൊളി റിസൾട്ട് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, സൂപ്പറാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് റെഡി ആക്കി എടുത്തിട്ട് വരാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് വന്നിട്ട് മുതിര പോലെ ഉണ്ടാവും, കാണുമ്പോൾ നമുക്ക് മുതിര പോലെ തോന്നും, പക്ഷേ ഇത് ചണവിത്താണ് കേട്ടോ. നമുക്ക് ഇതാ ബസുമതി റൈസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ബസുമതി റൈസാണ് കൂടുതലായിട്ട് ഇതിന് നല്ല എഫക്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ 2 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തിളച്ച് നല്ലോണം ഒന്ന് എന്താ പറയുക തിളച്ച് അരിയൊക്കെ ഒന്ന് നല്ല വേവ് കേട്ടോ. നല്ല വേവ് പറഞ്ഞാൽ ഒരു പകുതി വേവ് കേട്ടോ. നന്നായി വെന്തുടയേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു പകുതി വേവ്. പിന്നെ ഈ ഫ്ലാക്സിൽ വന്നിട്ട് നല്ല ജെല്ല് പോലെ ആവും കേട്ടോ. ഇത് കണ്ടില്ലേ, പതഞ്ഞ് നല്ലൊരു ജെല്ല് പരുവാവും. ഈ മുട്ടയുടെ വെള്ളയൊക്കെ ഇല്ലേ, ആ സംഭവം പോലെയൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായി തിളച്ച് ഇനി നമുക്കിത് ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. വേറെ ഒരു സാധനം നമുക്കിതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇതപ്പോൾ ചൂടാറി നന്നായി തണുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇങ്ങനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ചെറിയൊരു ജാറിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഒരാഴ്ച വരെ കേട്ടോ. പിന്നെ അത് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ്. അരി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര നിസ്സാരമായിട്ട് വിചാരിക്കേണ്ട കാര്യമല്ല കേട്ടോ. നമ്മുടെ സ്കിൻ ഗ്ലോയിന് സൂപ്പറാണ് കേട്ടോ ഇത്. അപ്പൊ ഇതാ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഫ്ലാക്സ് സീഡ് ജെല്ലും അതുപോലെ തന്നെ ബസുമതി റൈസും കൂടിയിട്ട് വേവിച്ച് അരച്ചെടുത്ത പേസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ റിസൾട്ട് ആണ്. അപ്പൊ ഞാൻ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടിട്ടോ. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ആവേണ്ട പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഹെയർ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഒതുക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ അടിപൊളി ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് ബസുമതി റൈസും ഫ്ലാക്സ് സീഡും വേവിച്ചിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ. സൂപ്പറാണ്. അരി നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന അടിപൊളി സാധനമാണ് കേട്ടോ. ചോറ് നമ്മുടെ അരിയൊക്കെ ഇല്ലേ, അരി പറഞ്ഞിട്ട് നിസ്സാരമായി കാണേണ്ട ഒരു സംഭവം അല്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഒരു തിളക്കം കൊടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ റൈസ്. അതിന്റെ കൂടെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ലും കൂടി ആവുമ്പോ സൂപ്പറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു വൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു കളർ വയ്ക്കാൻ സഹായിക്കട്ടത്. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവും, സ്കിന്ന് വന്നിട്ട് നല്ല സ്മൂത്ത് ആവും. ആന്റി ഏജിനിങ് ക്രീമാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് നല്ല യങ് ആയിട്ട് വെക്കും, പ്രായം തോന്നിക്കില്ല കേട്ടോ. മെയിൻ ആയിട്ട് ചുളിവുകളൊക്കെ പോവും.
നമ്മൾ ഈ മുട്ടയുടെ വെള്ളയൊക്കെ നമ്മൾ സ്കിന്നിൽ ചുളിയാതിരിക്കാൻ നമ്മൾ മുട്ടയുടെ വെള്ള യൂസ് ചെയ്യില്ലേ, അതിന്റെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഈ ഫ്ലാക്സ് സീഡ് ജെല്ലിന്. ശരിക്കും അത് കണ്ട ഒരു മുട്ടയുടെ വെള്ള ഇല്ലേ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതും അരിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ തേക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയും കേട്ടോ, അത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും. പിന്നെ റിങ്കിൾസ് കുറയും, നമ്മുടെ കണ്ണിന് അടിയിലുള്ള റിങ്കിൾസ് ഒക്കെ കുറയാൻ സഹായിക്കും. ഇത് ഒരുപാട് ഉണങ്ങി ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒരു 15 മിനിറ്റ് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഉണങ്ങി നമ്മൾ എന്ത് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴും ഫേസ് നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയി വലിഞ്ഞു മുറുകാൻ പാടില്ല കേട്ടോ. ഇതൊരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ, അതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, സൂപ്പർ റിസൾട്ട് ആണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും കേട്ടോ. മാക്സിമം ഞാൻ നല്ല കട്ടിയായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. നോക്കാനൊന്നുമില്ല, അടിപൊളി റിസൾട്ട് ആണ്, സൂപ്പറാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവട്ടോ, നല്ലൊരു ഗ്ലാസി സ്കിന്ന്. നമ്മൾ ഈ കൊറിയൻ കാരൊക്കെ പറയില്ലേ, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ വരും കേട്ടോ. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യണം എന്ന് മാത്രം. നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ പോലെ നമ്മൾ തേച്ചതും ഒരു 2 ദിവസത്തിന് 3 ദിവസത്തിൽ റിസൾട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഗ്ലാസ് സ്കിൻ ആവില്ല, അതുപോലെ ഗ്ലാസ് സ്കിൻ ആവില്ല. എന്നാൽ നമ്മൾ ഡെയിലി ചെയ്തു വരുമ്പോൾ അതുപോലെ ആവുമെന്നാണ് പറയണത്. ഡെയിലി നമ്മൾ ചെയ്യണം കേട്ടോ, അപ്പോഴേ കൊറിയക്കാരെ പോലെ നല്ല അടിപൊളി ഗ്ലാസ് സ്കിന്ന് കിട്ടുള്ളൂ കേട്ടോ. അതുപോലൊക്കെ വേണമെന്നുള്ളവര് ഡെയിലി യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ എല്ലാവിടെയും നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം. അത്രയും നേരം നമ്മൾ ഒരുപാട് നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ, ഒരു മെല്ലെ സംസാരിക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ചുളിവ് വരും, അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും ഒരുപാട് ഫേസ് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, അതായത് ഇങ്ങനെ അനക്കിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ 10 ഒരു 15 മിനിറ്റ് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല, ഇത് അങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ, നല്ല എന്താ പറയുക ജെല്ല് പോലത്തെ ആയതുകൊണ്ട് കുറേ നേരം ഒരു 1/2 മണിക്കൂർ വെച്ചാൽ ഡ്രൈ ആവുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല, ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്കൊരു സൈഡൊന്ന് തുടച്ചെടുക്കാം, നമുക്കൊരു ഭാഗം അങ്ങനെ തുടച്ചെടുക്കാം. കണ്ടില്ലേ, അടിപൊളി റിസൾട്ടാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ സ്കിന്ന്, നല്ല സ്മൂത്തും അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് കേട്ടോ. സ്കിന്ന് നല്ല ഷൈനിങ്ങും ആയിട്ടുണ്ട്, നല്ല തിളക്കവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമുക്ക് ഡെയിലി ശരിക്കും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മളിത് ചെയ്യണം. ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും, നല്ല ഷൈനിങ് ആവും, അതുപോലെ തന്നെ നല്ല ഗ്ലാസ് സ്കിന്നും ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, സൂപ്പർ റിസൾട്ടാണ്. ഇതിൻ്റെ അരി വന്നിട്ട് ബസ്മതി റൈസ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, മാക്സിമം അതന്നെ എടുക്കാൻ ശ്രമിക്കുക. അതില്ലെന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള സാധാ അരി ആയാലും കുഴപ്പമില്ല, പക്ഷെ നല്ല എഫക്റ്റ് കിട്ടുക ബസുമതി റൈസിലാണ് കേട്ടോ. അതാണ് ഞാൻ അത് തന്നെ എടുത്തത്. അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടുണ്ട്, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങും ആയിട്ടുണ്ട് കേട്ടോ.
എന്തായാലും ഇതൊരു പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി പാക്കാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഭയങ്കരമായിട്ട് പിന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ, നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് വെച്ച് നമ്മൾ എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. ഒരിക്കൽ കൂടി പറയണം, അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. പിന്നെ നമ്മുടെ വോയിസ് ഇല്ലേ, ഞാൻ മൈക്ക് ഓണാക്കാൻ വിട്ടുപോയി കേട്ടോ. ലാസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ടൊന്നും അതിൽ വന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ റെക്കോർഡ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.